Hi students, good morning all of you. Welcome back to my video class. ഇന്ന് നമുക്ക് പുതിയ ചാപ്റ്റർ ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. 7th ചാപ്റ്റർ ആണ് ടാൻജൻസ്. അതായത് സർക്കിൾ എന്ന ചാപ്റ്റർ പഠിച്ചതുകൊണ്ട് അതിന്റെ ബാക്കിയായിട്ട് വരുന്നതാണ് ടാൻജൻസ്. അപ്പോൾ ഇമ്പോർട്ടന്റ് ചാപ്റ്റർ തന്നെയാണ് ടാൻജന്റ്. അതുകൊണ്ട് പഠിച്ചെടുക്കുക. നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാവുന്ന ചാപ്റ്റർ ആണ് ടാൻജന്റ്. അതുകൊണ്ട് ടാൻജന്റിലെ സബ് ഹെഡിങ് ആണ് ലൈൻ ആൻഡ് സർക്കിൾ. ഫസ്റ്റ് സബ് ഹെഡിങ് ആണ് ലൈൻ ആൻഡ് സർക്കിൾ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ലൈനും സർക്കിളാണ്. അപ്പൊ ലൈൻസും സർക്കിളും തമ്മിലുള്ള ബന്ധങ്ങളാണ്. അപ്പൊ ഒരു സർക്കിൾ ഉണ്ട്, കുറെ ലൈൻസും ഉണ്ട്. നമുക്ക് നോക്കാം. നിങ്ങൾ സർക്കിൾ എന്ന ചാപ്റ്ററിൽ കുറെ പഠിച്ചിരുന്നു. ഞാൻ ഇങ്ങനെ എന്ത് ചെയ്യാണ്, ലൈൻസ് വരയ്ക്കാണ്. കുറെ ലൈൻസ് വരയ്ക്കാൻ ഒരു പോയിന്റ് വരയ്ക്കാം. പോയിന്റ്സ് ഫസ്റ്റ് പി എന്ന പോയിന്റ് മാർക്ക് ചെയ്തിട്ട് കുറെ ലൈൻസ് നമ്മൾ വരയ്ക്കാൻ. എത്ര ഇൻഫിനിറ്റ് ആണ്. കൗണ്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കൗണ്ട് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ വരച്ചു പോകുന്നുണ്ട്. കുറെ ലൈൻസ് കട്ട് ചെയ്ത് വരച്ചു. അപ്പം ഇതിൽ നിങ്ങൾക്ക് കുറെ ലൈൻസ് ടച്ച് ചെയ്ത് പോകുന്നുണ്ട്. ഇത് ടച്ച് ചെയ്ത് പോവാണ്, ഒരൊറ്റ പോയിന്റ് ടച്ച് ചെയ്യണം. പക്ഷെ ഇത് 2 പോയിന്റിലൂടെ കട്ട് ചെയ്ത് പോകുന്നുണ്ട്. ഇതും 2 പോയിന്റ്, അങ്ങനെ 2 പോയിന്റ്സ് കട്ട് ചെയ്തിട്ടാണ് പോകുന്നത്. ഇവിടെ 2 പോയിന്റ്സ് കട്ട് ചെയ്യും. പക്ഷെ ഇതോ ഒരൊറ്റ പോയിന്റിലുള്ളൂ. ഇത് പുറമെ കൂടെ പോകുന്നു. അപ്പൊ കുറെ ലൈൻസ് ഉണ്ട്. അപ്പൊ ലൈൻ ഡ്രോൺ ഫ്രം എ പോയിന്റ് പി ടു ദ സർക്കിൾ ടച്ച് അറ്റ് 1 പോയിന്റ് എ ആൻഡ് ബി. Therefore, these lines are called only touch. To line and circle have only one common point. അതായത് ഒരൊറ്റ കോമൺ പോയിന്റേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ ലൈനിനെയാണ് ഇത് പറയാം ടാൻജൻസ്. എന്താണ് ടാൻജന്റ്? ഇപ്പൊ ടാൻജന്റ് എന്താന്ന് പഠിച്ചു വെക്കുക. ടാൻജൻസ്, എ ലൈൻ ആൻഡ് സർക്കിൾ ഹാവ് ഓൺലി വൺ കോമൺ പോയിന്റ്. ദാറ്റ് ലൈൻ ഈസ് കോൾഡ് ടാൻജന്റ്. ടച്ചിങ് പോയിന്റ്, ഇന്റർസെക്റ്റിംഗ് പോയിന്റ് ഈസ് കോൾഡ് പോയിന്റ് ഓഫ് കോണ്ടാക്ട്. ഇതിനെയാണ് എന്ത് പറയാ? പോയിന്റ് ഓഫ് കോണ്ടാക്ട്. എ എന്നത് എന്താണ്? പോയിന്റ് ഓഫ് കോണ്ടാക്ട്. പോയിന്റ് ഓഫ് കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ കോമൺ പോയിന്റ്. ലൈൻ ആൻഡ് സർക്കിൾ ഹാവ് ഓൺലി വൺ കോമൺ പോയിന്റ്. ദാറ്റ് പോയിന്റ് ഈസ് കോൾഡ് പോയിന്റ് ഓഫ് കോണ്ടാക്ട്. ഇതാണ് ഇമ്പോർട്ടന്റ്. ടാൻജന്റ് എന്ന് പറഞ്ഞാൽ ലൈൻസ്, കുറെ ലൈൻസ് വരയ്ക്കേണ്ടത് ഫ്രം ദ ഔട്ട് സൈഡ്. അതിൽ 2 ലൈൻസേ നമുക്ക് വരയ്ക്കാൻ പറ്റും. ഫ്രം 1 എക്സ്റ്റീരിയർ പോയിന്റ് ഓൺലി 2 ടാൻജന്റ്. ബാക്കിയൊക്കെ എന്താ, ഇത് ഔട്ട് സൈഡ് ആണ് ലൈൻ പോകുന്നത്. ഇത് 2 പോയിന്റ്സിൽ ടച്ച് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള ലൈൻസ് ഒക്കെ 2 പോയിന്റ്സിൽ കട്ട് ചെയ്ത് പോകുന്നുണ്ട്. ഓൺലി ടച്ച് 1 പോയിന്റ്. ദാറ്റ് ലൈൻസ് ഈസ് കോൾഡ് ടാൻജൻസ്. ദാറ്റ് ടാൻജന്റ് ഇന്റർസെക്ട് അറ്റ് എ കോമൺ പോയിന്റ് ഈസ് കോൾഡ് പോയിന്റ് ഓഫ് കോണ്ടാക്ട്. അങ്ങനെ എത്ര ലൈൻസ് ആണ് മാക്സിമം വരയ്ക്കാൻ പറ്റുള്ളൂ? 2 ലൈൻസ് ആണ് വരയ്ക്കാൻ പറ്റും. 2 ലൈൻസ്. ആ 2 ലൈൻസ് എന്താണ്? ടാൻജൻസ് ആണ്. അപ്പോൾ ഹൗ മെനി ടാൻജൻസ് ക്യാൻ ബി ഡ്രോൺ ഫ്രം എ എക്സ്റ്റീരിയർ പോയിന്റ് ഓഫ്, അല്ലെങ്കിൽ ഔട്ട്സൈഡ് എ പോയിന്റ്. എക്സ്റ്റീരിയർ പോയിന്റിൽ എത്ര ടാൻജന്റ് വരയ്ക്കാം? 2 ടാൻജൻസ്. 2 ടാൻജൻസ് ക്യാൻ ബി ഡ്രോ ഫ്രം ദ എക്സ്റ്റേണൽ പോയിന്റ് പി ടു ദ സർക്കിൾ ഇന്റർസെക്ട് അറ്റ് എ ആൻഡ് ബി. Therefore, PA and PB are tangents. അതിൽ പി എ എന്നതും പി ബി ആണ് ഇവിടുത്തെ ടാൻജന്റ്. അപ്പൊ കോമൺ ആയിട്ട് ഇന്റർസെക്ട് ചെയ്ത പോയിന്റ് എ എന്ന് മാർക്ക് ചെയ്തു, ബി എന്ന് മാർക്ക് ചെയ്തു. പി എ ഒരു ടാൻജന്റ് ആണ്, പി ബി അനദർ ടാൻജന്റ് ആണ്. അപ്പൊ എത്ര ടാൻജൻസ് മാത്രമേ വരയ്ക്കാൻ പറ്റുള്ളൂ ഫ്രം ദ എക്സ്റ്റേണൽ പോയിന്റ്? ഒരു എക്സ്റ്റേണൽ പോയിന്റ് നിങ്ങൾ വരച്ചു നോക്കുമ്പോൾ ഓൺലി 2 ടാൻജൻസ് ക്യാൻ ബി ഡ്രോൺ ഫ്രം ദ എക്സ്റ്റേണൽ പോയിന്റ്. ഇനി ഈ ടാൻജൻസിന് മെഷർ ചെയ്ത് നോക്കാം. സ്കെയിൽ വെച്ച് നിങ്ങൾ മെഷർ ചെയ്ത് നോക്കുമ്പോൾ ഇതൊരു 8 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കുകയാണെങ്കിൽ സ്കെയിൽ വെച്ച് ഇവിടുന്ന് ഇങ്ങോട്ട് അളന്ന് നോക്കുക. മെഷർ ചെയ്താൽ ആ ലെങ്ത്തും എന്തായിരിക്കും? 8 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ നമുക്ക് വേറൊരു സ്റ്റേറ്റ്മെന്റ് കൂടെ പഠിച്ചു. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ? 2 ടാൻജൻസ് ക്യാൻ ബി ഡ്രോൺ ഫ്രം ദ എക്സ്റ്റേണൽ പോയിന്റ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആണ് ടാൻജൻസ് ഡ്രോൺ ഫ്രം ദ എക്സ്റ്റേണൽ പോയിന്റ്സ് ആർ ഈക്വൽ. അതാണ് ഇമ്പോർട്ടന്റ്. അതായത് ആ പോയിന്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് കുറെ പ്രൂഫ് ചെയ്യാണ്ട്. എന്താണ് പോയിന്റ്? ടാൻജൻസ് ഡ്രോൺ ഫ്രം ദ എക്സ്റ്റേണൽ പോയിന്റ്സ് ആർ ഈക്വൽ. അതായത് 8 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ 8 ആയിരിക്കും. നമ്മൾ അളന്ന് നോക്കുമ്പോൾ 5 സെന്റിമീറ്റർ ആണ്. മെഷർ ചെയ്താൽ 5 സെന്റിമീറ്റർ ആണെങ്കിൽ പി ബിയും എന്തായിരിക്കണം? 5 സെന്റിമീറ്റർ ആയിരിക്കും.
അപ്പോൾ ആ പോയിന്റ് ആണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എന്താണ് ടാൻജന്റ് എന്താണെന്ന് പഠിച്ചു. എന്താണ് എ ലൈൻ ആൻഡ് സർക്കിൾ ഹാവ് ഓൺലി കോമൺ വൺ പോയിന്റ്. ദാറ്റ് ലൈൻ ഈസ് കോൾഡ് ടാൻജന്റ്. കോമൺ പോയിന്റ് ഈസ് കോൾഡ് പോയിന്റ് ഓഫ് കോണ്ടാക്ട്. അങ്ങനെ ഡ്രോൺ two tangents from the external point. Only two tangents can be drawn from the external point. That two tangents are equal length. Two statement ആണ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ്സ് പഠിക്കുക. എന്താണ് സ്റ്റേറ്റ്മെന്റ്? ടാൻജൻസ് ഡ്രോൺ ഫ്രം ദ എക്സ്റ്റേണൽ പോയിന്റ്സ് ആർ ഈക്വൽ. ക്ലിയർ? ടാൻജന്റ് അറ്റ് എ പോയിന്റ് ഓൺ എ സർക്കിൾ ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഡയമീറ്റർ ത്രൂ ദാറ്റ് പോയിന്റ്. അതായത് ഒരു സർക്കിളിൽ ഒരു ടാൻജന്റ് ഉണ്ട് എങ്കിൽ ആ ടാൻജന്റും സർക്കിളും തമ്മിലൊരു കോമൺ പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് കൂടെ നമ്മളൊരു ഡയമീറ്റർ വരയ്ക്കുകയാണെങ്കിൽ ആ ഡയമീറ്റർ എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. ടാൻജന്റിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. നമുക്ക് നോക്കാം. ഒരു സർക്കിൾ വരച്ചു നോക്കാം. ആ സർക്കിളിന് ഒരു പോയിന്റ് ഓൺ ദ സർക്കിൾ, ഞാനൊരു പോയിന്റ് വരച്ചു, അതിലൂടെ ഒരു ടാൻജന്റ് വരച്ചു. എന്നാ പറഞ്ഞേ? ആ ടാൻജന്റിലൂടെ ഡയമീറ്റർ വരയ്ക്കണം. ത്രൂ ഡയമീറ്റർ ഈസ് പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. അതായത് ടാൻജന്റ് at a point on the circle. A tangent at a point on the circle is perpendicular to the diameter through that point. ആ പോയിന്റിലെ ഡയമീറ്ററിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ത്രൂ ദ പെർപെൻഡിക്കുലർ ടു ദ ഡയമീറ്റർ. അപ്പൊ ഈ പോയിന്റ് സർക്കിൾ സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് ഒരു ടാൻജന്റും സർക്കിളിലും മീറ്റ് ചെയ്യുന്ന പോയിന്റിലൂടെ ഒരു ഡയമീറ്റർ വരയ്ക്കുകയാണ്. ആ ഡയമീറ്ററും ടാൻജന്റും മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയായിരിക്കണം? 90 ഡിഗ്രി. അപ്പൊ അത് പറഞ്ഞു പഠിക്കുക. എങ്ങനെയായിരിക്കണം? ടാൻജന്റും ഡയമീറ്ററും പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. ഈ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് നമുക്ക് ഇനി കുറച്ച് കൺസ്ട്രക്ഷൻ ആണ് പഠിക്കാനുള്ളത്. ആ ഫസ്റ്റ് ഒരു കൺസ്ട്രക്ഷൻ ചെയ്യാം. ഏത് പോയിന്റ് ഉപയോഗിച്ചിട്ടാണ്? Two tangents drawn from the external points are equal എന്നുള്ള കൺസെപ്റ്റ് ഉപയോഗിച്ച്, അതായത് സെയിം ലെങ്ത് എന്നുള്ള കൺസെപ്റ്റ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ടു ടാൻജൻസ് ഡ്രോൺ ഫ്രം ദ ഔട്ട്സൈഡ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. അതായത് ക്വസ്റ്റ്യൻ എങ്ങനെയാ വരിക? ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 cm and mark a point 7 cm away from the center. Then draw two tangents to the circle. ഇത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്സിനാണ് വരാറ്. എന്താണ് ക്വസ്റ്റ്യൻ? ഒരു ടാൻജന്റ് വരയ്ക്കണം, 2 ടാൻജൻസ് വരയ്ക്കണം. സർക്കിളിന്റെ റേഡിയസ് എത്ര സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്? 3 cm. അപ്പൊ 3 cm റേഡിയസ് ആയിട്ടുള്ള സർക്കിൾ വരയ്ക്കാം. അത് നിങ്ങൾക്കറിയാം. 7 cm away from the center. Mark a point. Mark a point P 7 cm away from the center. Center 7 cm away ആയിട്ട് ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം. എന്നിട്ട് ആ പോയിന്റിൽ നിന്ന് 2 tangents to the circle. അതാണ് നമുക്ക് വരയ്ക്കാം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? തന്ന മെഷർമെന്റ് ഉപയോഗിച്ച് 3 cm വെച്ചിട്ട് ഒരു സർക്കിൾ വരയ്ക്കാം. അപ്പോൾ 3 cm ഒരു സർക്കിൾ വരയ്ക്കും. ഇമ്പോർട്ടൻ്റ് ആണ്. 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ ആണ്. സെന്റിമീറ്റർ ആയിട്ടുള്ള ഒരു സർക്കിൾ വരയ്ക്കും. എന്നിട്ട് സെന്റർ മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്തതിന് ശേഷം 7 cm away, മാർക്ക് എ പോയിന്റ് 7 cm away. ഒരു 7 cm away ആയിട്ട് ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. കറക്റ്റ് മെഷർ എടുത്തിട്ട് വരയ്ക്കുക. P 7 cm. Draw 2 tangents from the point P to the circle. അപ്പൊ അത് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മോർ ദാൻ ഹാഫ് എടുക്കാം. ലെങ്ത്തിന്റെ മോർ ദാൻ ഹാഫ് എടുക്കാം. എന്നതിന് ശേഷം ആർക്ക് കട്ട് ചെയ്യാം. ടോപ്പും ബോട്ടവും എന്ത് ചെയ്യുക? ആർക്ക് കട്ട് ചെയ്യും. അതുപോലെ ഇതിന്റെ ടോപ്പും ബോട്ടം ആർക്ക് കട്ട് ചെയ്യുക. കട്ട് ചെയ്തില്ല ഒന്നും കൂടെ ടച്ച് ചെയ്യുന്ന രീതിയിൽ വരയ്ക്കാം. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാം.
മോർ ദാൻ ഹാഫ് എടുത്ത് വരയ്ക്കുമ്പോൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ് കിട്ടുക. OAP എന്ന ലൈനിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടും. അത് ഡോട്ട് ഇട്ട് വരച്ചാലും മതി. പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരും. അത് മീറ്റ് ചെയ്യുന്ന പോയിന്റ് 7 സെന്റിമീറ്റർ ആണെങ്കിൽ 3.5 ആയിരിക്കും വരച്ചിട്ടുണ്ടാവും. 3.5 ആയിരിക്കും. ഇവിടെ ഇങ്ങോട്ട് മെഷർ ചെയ്ത് 3.5 3.5 മിഡിൽ പോയിന്റ് കൂടി ആയിരിക്കും പെർപെൻഡിക്കുലർ ബൈസെക്ടർ പോവുക. ഇനി നിങ്ങളോട് ടാൻജൻസ് വരയ്ക്കണമെങ്കിൽ 2 പോയിന്റ്സ് ഓൺ ദ സർക്കിൾ കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഈ പോയിന്റ് എടുത്തിട്ട് അതിലൂടെ എന്ത് ചെയ്യുക, ഒരു സർക്കിൾ വരയ്ക്കും. ഇത് മിഡ് പോയിന്റ് ആയതുകൊണ്ട് ഈ 2 എൻഡ് പോയിന്റ് കൂടെ സർക്കിൾ പോകും. അപ്പൊ അതിനനുസരിച്ച് എന്ത് ചെയ്യാം, സർക്കിൾ വരയ്ക്കാം. ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ഇത് സർക്കിൾ വരയ്ക്കണമെന്നുമില്ല, ഇങ്ങനെ ആർക്ക് കട്ട് ചെയ്താലും മതി. നല്ലത് സർക്കിൾ വരയ്ക്കുന്നതാണ്. ഇവിടെ ഈ സർക്കിൾ 2 സ്ഥലത്ത് കട്ട് ചെയ്യിപ്പിച്ചാൽ മതി. ബാക്കി സർക്കിളിന്റെ പാർട്ട് വേണമെന്നില്ല. പക്ഷെ ഇവിടെ ഈ മിഡ് പോയിന്റിൽ എടുത്തിട്ട് സർക്കിളിനെ ടച്ച് ചെയ്യിപ്പിക്കാം. അപ്പൊ ആ ടച്ച് ചെയ്ത പോയിന്റ്, കട്ട് ചെയ്ത പോയിന്റിനെ A and B എന്ന് മാർക്ക് ചെയ്യും. സർക്കിൾ കംപ്ലീറ്റ് വരയ്ക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ആർക്ക് കട്ട് ചെയ്ത് വരയ്ക്കാം, നിങ്ങളുടെ ഇഷ്ടം പോലെയാണ്. പക്ഷെ സർക്കിൾ വരയ്ക്കുമ്പോഴാണ് നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് ഫുൾ മാർക്ക് കിട്ടുക. കാരണം വെച്ചാൽ ഇത് പെട്ടെന്ന് നോക്കിയാൽ തന്നെ നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആണെന്ന് അവർക്ക് മനസ്സിലാവും. മറ്റേ ആർക്ക് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എവിടുന്നാണ് കട്ട് ചെയ്തതെന്നൊക്കെ ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ എന്ത് ചെയ്യുക, ഈ പോയിന്റിലൂടെ എന്ത് ചെയ്യുക, ലൈൻ വരയ്ക്കാം. പിന്നെ അതേമാതിരി ഇവിടുന്ന് ഒരു ലൈൻ പോയിന്റിലൂടെ വരയ്ക്കാം. അപ്പൊ ടാൻജന്റ് കിട്ടും. ഈ പോയിന്റ് ആണ് PA PB, 2 ടാൻജൻസ് വരച്ചു. ചില ക്വസ്റ്റ്യന് മെഷർ ദം ഉണ്ടാവും. മെഷർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, ഈ ലെങ്ത് മെഷർ ചെയ്തിട്ട് കിട്ടുക. അപ്പൊ എനിക്ക് മെഷർമെന്റ് ചെയ്തപ്പോൾ 10 സെന്റിമീറ്റർ ആണ് കിട്ടുക. കറക്റ്റ് ഇത് ഞാൻ കറക്റ്റ് അല്ല എടുത്തത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാതിരി, അതായത് എത്രയാണോ നിങ്ങൾ അളക്കുന്നത്, PA എത്രയാണോ അത് അളന്ന് എഴുതുക. PB അളന്ന് നോക്കുമ്പോഴും രണ്ടും എന്തായിരിക്കും, ഈക്വൽ ലെങ്ത് ആയിരിക്കും. ഞാനിവിടെ റേഡിയസ് 3ക്ക് പകരം 4.5 ആണ് എടുത്തത്. പിന്നെ 7 സെന്റിമീറ്റർ അപ്പാർട്ടെന്ന് പറഞ്ഞപ്പോൾ 11.5 ആണ് എടുത്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ ലെങ്ത് മാറും. എനിക്ക് കിട്ടുന്നത് 10.5 ആണ്. 2 ലെങ്ത്തും 10.5. പക്ഷെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് മെഷർ ചെയ്തിട്ട് എഴുതാം. ഇനി മെഷർ ചെയ്ത് ചെക്ക് ചെയ്യണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഇതിങ്ങനെ വരച്ചാൽ നിങ്ങൾക്ക് അറിയാം ഇത് പെർപെൻഡിക്കുലർ ആണെന്ന് പഠിച്ചു. അതായത് ഇത് ഡയമീറ്റർ ആയാലും ഇത് സെന്റർ കൂടെ ഇത് വരയ്ക്കുമ്പോൾ ഡയമീറ്ററും ടാൻജന്റും മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്തായിരിക്കും, 90 ആണ്. ഡയമീറ്റർ എന്ന് വേണമെന്നില്ല, റേഡിയസ് എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് സർക്കിളില് നിങ്ങൾ പറഞ്ഞ ഒരു ടാൻജന്റ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ടച്ച് ചെയ്ത പോയിന്റും ഡയമീറ്ററും കൂടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ 90 ആണെന്നുള്ള സ്റ്റേറ്റ്മെന്റ്. അതായത് ടാൻജന്റ് അറ്റ് എ പോയിന്റ് ഓൺ ദ സർക്കിൾ ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഡയമീറ്റർ ത്രൂ ദ പോയിന്റ്. ഇത് ഡയമീറ്ററിനെ ആയിക്കോളുന്നില്ല, റേഡിയസ് എന്നും ആവാം. അപ്പൊ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാക്കി മാറ്റാം, എ ടാൻജന്റ് അറ്റ് എനി പോയിന്റ് ഓൺ ദ സർക്കിൾ ഈസ് പെർപെൻഡിക്കുലർ ടു ദ റേഡിയസ് ത്രൂ ദാറ്റ് പോയിന്റ്. റേഡിയസ് ത്രൂ ദാറ്റ് പോയിന്റ്, റേഡിയസും ടാൻജന്റും മേക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ഡയമീറ്ററും ടാൻജന്റും കൂടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്തായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. ഇനി ഇത് വേണമെങ്കിൽ നിങ്ങൾ ചെയ്തു നോക്കുക. കറക്റ്റ് ആയിട്ട് മെഷർമെന്റ് ഇത് അളന്ന് ഇത് വെച്ച് നോക്കുമ്പോൾ പൈത്തഗോറസ് തിയറം വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ ലെങ്ത്തും ഏത് 3² + 7² ചെയ്താൽ എത്ര കിട്ടുക. കാരണം 7² അല്ലേ, ഹൈപ്പോട്ടനീസ് ആണ്. അപ്പൊ ഈ ലെങ്ത് ഓഫ് ദ ടാൻജന്റ് നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ PA കാണാൻ PA² ഹൈപ്പോട്ടനീസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ അല്ലെങ്കിൽ ഹൈറ്റ് സ്ക്വയർ എടുക്കുക. ഇവിടെ ഹൈപ്പോട്ടനീസ് ഏതാ, 90ന്റെ ഓപ്പോസിറ്റ് ഇവിടെ എത്രയാണ്, 7 സെന്റിമീറ്റർ ആണ്. അപ്പൊ 7² മൈനസ് ബേസ് നമ്മളുടെ റേഡിയസ് എത്രയാണ്, 3². അപ്പൊ 7² എന്ന് പറഞ്ഞാൽ 49ഉം 3² എന്ന് പറഞ്ഞാൽ 9 ആണ്. അപ്പൊ എത്ര വരും, 40 വരും. PA² 40 വരും. അപ്പൊ നിങ്ങൾക്ക് അളന്ന് നോക്കുമ്പോൾ PA എന്തായിരിക്കണം വരണ്ടേ, √40 ആയിരിക്കും. √40 എന്ന് പറഞ്ഞാൽ 6 പോയിന്റ് സംതിങ് ആയിരിക്കും വരിക. 6.47, അതായത് 6.3 ഇതായിരിക്കും. അത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം, മെഷർ ചെയ്തിട്ട് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ 40ന്റെ റൂട്ട് കാണാനുള്ള മെത്തേഡ് കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ടായിരുന്നു, അത് വെച്ച് ചെയ്യാം. 6 × 6 36 ആണ്. 40 36 മൈനസ് ചെയ്താൽ 4 ആണ്. ഇവിടെ പോയിന്റ് ഇടുക, പോയിന്റ് ശേഷം 2 0 ഇടുക, ആ 2 0 ഇറക്കിടുക. എന്നതിന് ശേഷം 6ന്റെ ഡബിൾ എഴുതുക, 12 എഴുതുക. 400 പോയിന്റ് ഇടുക, പോയിന്റ് ശേഷം അതിനോട് പോയിന്റ് ഇടുക. 1 ആണെങ്കിൽ
ഇവിടെ 1 ഇടുക. 121 എന്നാണ് വരിക. അതല്ല 2 എടുക്കുമ്പോൾ എത്ര വരും? 244 വരും. 3 ആണെങ്കിൽ 360. അപ്പൊ എത്ര വരിക? 3 തന്നെയാണ് കറക്റ്റ്. 3 into 3 9, 3 into 2 6, 1 into 3 3. അപ്പം അതിനേക്കാൾ കൂടും. അപ്പൊ 6.3 സെന്റിമീറ്റർ ആയിരിക്കും നിങ്ങൾക്ക് വരിക. അളന്ന് നോക്കിയാൽ നിങ്ങൾക്ക് 6.3 ആയിരിക്കും വരിക. അപ്പം റേഡിയസ് 3 സെന്റിമീറ്ററും 7 സെന്റിമീറ്റർ അപ്പാർട്ട് പോയിന്റ് മാർക്ക് ചെയ്യുമ്പോൾ ടാൻജന്റിന്റെ ലെങ്ത് അളന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടുക? 6.3 ആണ്. 6.3. അപ്പൊ ഒന്നും കൂടി പറയാം. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 സെന്റിമീറ്റർ. 7 mark a point P 7 centimeter away from the center. എന്നിട്ട് draw 2 tangents. 2 tangents വരയ്ക്കാൻ പറഞ്ഞാൽ സർക്കിൾ കംപ്ലീറ്റ് വരയ്ക്കുക, അല്ലെങ്കിൽ ആർക്ക് കട്ട് ചെയ്യുക. 1 tangent ആണ് വരയ്ക്കാൻ പറഞ്ഞാൽ ഫ്രം ഔട്ട്സൈഡ് എ പോയിന്റ് 1 tangent ആണ് വരയ്ക്കുന്നത് വെച്ചാൽ സെമി സർക്കിൾ വരച്ചാലും മതി. സർക്കിൾ കംപ്ലീറ്റ് വരച്ചിട്ട് അതിലൊരു പോയിന്റിലേക്ക് ടാൻജന്റ് വരച്ചാൽ മതി. അപ്പൊ 2 രീതിയിൽ 3 ക്വസ്റ്റ്യൻസ് ഇതിൽ വരാം. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഇതാണ് വരാറ് പരീക്ഷയ്ക്ക്. ടാൻജൻസ് വരയ്ക്കാനാണ് വരിക. ഡ്രോ 2 ടാൻജൻസ് അല്ലെങ്കിൽ ഡ്രോ ടാൻജൻസ് എന്നാണ് പറയുക. 2 ഇല്ലെങ്കിലും ടാൻജൻസ് വരയ്ക്കാൻ പറഞ്ഞാലും നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം തന്ന മെഷർമെന്റിൽ 3 സെന്റിമീറ്റർ ആണെങ്കിൽ 3 സെന്റിമീറ്റർ സർക്കിൾ വരയ്ക്കുക. എന്നിട്ട് സെന്റർ മാർക്ക് ചെയ്യുക. സെന്ററിന് 7 സെന്റിമീറ്റർ അപ്പാർട്ടായിട്ട് ഒരു പോയിന്റ് പി എന്ന് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വരച്ച ഒ പിയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാം. പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുന്നത് മിഡ് പോയിന്റ് കണ്ടുപിടിക്കാനാണ്. അപ്പൊ മിഡ് പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ റേഡിയസ് എടുത്തിട്ട് സർക്കിൾ വരയ്ക്കാം. സർക്കിൾ വരയ്ക്കുമ്പോൾ ടച്ച് ചെയ്യുന്ന ആ 2 പോയിന്റിലേക്ക് വരയ്ക്കുന്നതാണ് എന്ത്? ടാൻജന്റ്. ടാൻജന്റ് നിങ്ങൾ സ്കെയിൽ വെച്ച് അളന്ന് നോക്കുമ്പോൾ 6.3 ആണ്. കാൽക്കുലേഷൻ ചെയ്ത് നോക്കുമ്പോൾ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ എന്ന മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ പി എന്ന് പറഞ്ഞാൽ ബേസ് ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഹൈറ്റ് ആണെന്ന് എടുക്കുക. അപ്പൊ പി എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ ആണ്. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇവിടെ 7 സെന്റിമീറ്ററും ബേസ് 3 സെന്റിമീറ്ററും ആയതുകൊണ്ട് 7 സ്ക്വയർ 49, 3 സ്ക്വയർ 9 ആണ്. അപ്പൊ എത്ര വരും? 40 വരും. പി എ സ്ക്വയർ 40 ആണെങ്കിൽ √40 6.3 ആണ്. ഇപ്പൊ 2 ടാൻജൻസ് വരയ്ക്കുന്ന രീതി, ഒന്ന് സർക്കിൾ കംപ്ലീറ്റ് വരയ്ക്കുന്ന രീതി, ഒന്ന് നമുക്ക് മിഡ് പോയിന്റ് നിന്ന് ആർക്ക് കട്ട് ചെയ്തിട്ട് ആ കട്ട് ചെയ്യുന്ന പോയിന്റിലേക്ക് ടാൻജന്റ് വരച്ചാൽ മതി. പിന്നെ 1 ടാൻജന്റ് വരയ്ക്കാം. ടാൻജന്റ് വരയ്ക്കാനാണെങ്കിലും ഇതേ രീതി തന്നെ ചെയ്യാം. ഒരു സർക്കിൾ വരയ്ക്കാം. ടാൻജൻസ് ഡ്രോൺ ഫ്രം ദ എക്സ്റ്റേണൽ പോയിന്റ് ആയിരിക്കണം. എക്സ്റ്റേണൽ പോയിന്റ് വരയ്ക്കുകയാണെങ്കിൽ ആദ്യം തന്ന മെഷർമെന്റ് സർക്കിൾ വരയ്ക്കുക. സെന്ററിന് 7 സെന്റിമീറ്റർ അപ്പാർട്ട് മാർക്ക് ചെയ്യുക, പി മാർക്ക് ചെയ്യുക. പിന്നെ ബൈസെക്ടർ വരച്ചിട്ട് സെമി സർക്കിൾ വരച്ചാലും മതി, അല്ലെങ്കിൽ ഫുൾ സർക്കിൾ വരച്ചിട്ട് ആ ടച്ച് ചെയ്യുന്ന ഒരു പോയിന്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം? ടാൻജന്റ് വരയ്ക്കാം. ഒരു ടാൻജന്റ് ആണ്, 1 ടാൻജന്റ് ആണ്, നമുക്ക് ഇവിടെ നമ്മൾ വരച്ചാൽ മതി. 2 ടാൻജൻസ് ആണ്, 2 വരയ്ക്കാം. അപ്പൊ 3 ക്വസ്റ്റ്യനും നമുക്ക് ഈ ക്വസ്റ്റ്യൻ പഠിക്കാം. അപ്പൊ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരിക? ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 5 സെന്റിമീറ്റർ. മാർക്ക് എ പോയിന്റ് 8 സെന്റിമീറ്റർ അവേ ഫ്രം ദ സെന്റർ. ഡ്രോ 2 ടാൻജൻസ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ചെയ്യുക. നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് വെക്കുക നോട്ടിൽ. അതുപോലെ സെയിം ക്വസ്റ്റ്യൻ തന്നെ താഴെ നിങ്ങൾ എന്ത് ചെയ്യുക? ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 4 സെന്റിമീറ്റർ. മാർക്ക് എ പോയിന്റ് 9 സെന്റിമീറ്റർ അപ്പാർട്ട് ആൻഡ് ഡ്രോ 1 ടാൻജന്റ് ടു ദ സർക്കിൾ. അങ്ങനെ ഇതേ മെത്തേഡ് തന്നെ ഒരു ടാൻജന്റ് വരച്ചിട്ടും അതിന് 2 ക്വസ്റ്റ്യൻ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെഷർമെന്റ് എടുത്തിട്ട് നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്ത് വെക്കുക. ഒരു ക്വസ്റ്റ്യൻ പഠിച്ചാൽ എന്തായാലും 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ക്വസ്റ്റ്യൻ കൂടെ ശ്രമിച്ചു നോക്കാം. ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാണ്. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 2 സെന്റിമീറ്റർ ആൻഡ് മാർക്ക് എ പോയിന്റ് P 5 centimeter away from the center. Draw tangents to the circle. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ആദ്യം 2 സെന്റിമീറ്ററിൽ ഒരു സർക്കിൾ വരയ്ക്കാം. ഞാൻ റഫ് ഫിഗർ ആണ് വരയ്ക്കുക, നിങ്ങൾ കറക്റ്റ് ആയിട്ട് വരയ്ക്കുക. സർക്കിൾ വരച്ചതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്? ടാൻജന്റ് വരയ്ക്കാം. മാർക്ക് 5 സെന്റിമീറ്റർ അപ്പാർട്ട്.
ഒരു 5 സെന്റിമീറ്റർ അപ്പാർട്ട് ഒരു പോയിന്റ് പി മാർക്ക് ചെയ്യാം. പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാം. പിന്നെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാം. മോർ ദാൻ ഹാഫ് എടുത്തിട്ട് ആർക്ക് കട്ട് ചെയ്യാം, മുകളിലും കട്ട് ചെയ്യാം. അതുപോലെ സെയിം മെഷർമെന്റില് ആർക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്ത പോയിന്റ്സിലൂടെ ടാൻജന്റ് വരയ്ക്കാം. കട്ട് ചെയ്ത പോയിന്റ് ഏതാണോ അതിലൂടെ ടാൻജന്റ് വരയ്ക്കാം, പെർപെൻഡിക്കുലർ വരയ്ക്കാം. അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? സർക്കിൾ വരയ്ക്കാം. സർക്കിൾ വരയ്ക്കാം. ഇങ്ങനെ സർക്കിൾ വരയ്ക്കാം. ഇവിടെ വെച്ചിട്ട് രണ്ട് എൻഡിലൂടെ ടച്ച് ചെയ്യേണ്ടതെന്ന് നോക്കുക. ടച്ച് ചെയ്തതിന് ശേഷം സർക്കിൾ വരയ്ക്കുക, അല്ലെങ്കിൽ ആർക്ക് കട്ട് ചെയ്താലും മതി. സർക്കിൾ ഇങ്ങനെ എടുക്കുക, എന്നിട്ട് ആർക്ക് കട്ട് ചെയ്താലും മതി. രണ്ട് ഭാഗത്തും ആർക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടി? ടച്ച് ചെയ്ത പോയിന്റ് എയും ബിയും കിട്ടി. ഇനി ടാൻജന്റ് വരയ്ക്കാൻ പി നിന്ന് എയിലേക്ക് വരയ്ക്കാം. അതേമാതിരി പി ബിയിലേക്ക് വരയ്ക്കാം. ഇങ്ങനെ വരച്ചാൽ നമുക്ക് കിട്ടുന്ന ടാൻജൻസ് ആണ്. അപ്പൊ ആ ടാൻജന്റ് മെഷർ ചെയ്ത് അളന്ന് എഴുതാം. ഇങ്ങനെയാണ് ടാൻജന്റ് വരയ്ക്കുക. അതായത് 2 സെന്റിമീറ്റർ ആണ്, റേഡിയസ് 2 ആണ്. ഇവിടെ 90 ഡിഗ്രി ആയിരിക്കും. നമ്മുടെ ഡിസ്റ്റൻസ് എത്രയാ? 5 ആണെങ്കിൽ മറ്റേ സൈഡ് എന്തായിരിക്കും? ബേസ് 5 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ, 25 മൈനസ് 4, 21 ആണ് വരിക. 21 പി എ വരും, പി എ സ്ക്വയർ. അപ്പൊ പി എ എന്തായിരിക്കും? റൂട്ട് 21 ആണ്. റൂട്ട് 21 എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേഷൻ ആയിട്ട് 4 പോയിന്റ് എത്രയാണ് കിട്ടുന്നത് വെച്ചാൽ അത് ചെയ്യാം. 21 ചെയ്ത് നോക്കുക, റൂട്ട് ആക്കി എടുക്കുക. 4 4s are 16 ആണ്. 5 മൈനസ് ചെയ്ത വരും. പോയിന്റ് ശേഷം 2 0 ഇടുക. 4ന്റെ ഡബിൾ 16 ആണ്. ഇനി ഇവിടെ നിങ്ങൾക്ക് ഏത് നമ്പർ ആണ് നോക്കാം. 1 ആണെങ്കിൽ 161 ആണ്. 2 ആണെങ്കിൽ 300 സംതിങ് വരും. 3 ആണെങ്കിൽ കറക്റ്റ് ആയിരിക്കും. 3 into 9 വരും. 3 6 are 18, 409. 4 ആവുമ്പോൾ കൂടുതലാണ്. അപ്പൊ എത്ര വരിക? 4.3 മെഷർ ചെയ്ത് നോക്കുമ്പോൾ എത്ര വരും? 4.3 സെന്റിമീറ്റർ. അപ്പൊ ഇതിന് എന്തൊക്കെ ക്വസ്റ്റ്യൻ കണ്ടുപിടിച്ചു? 2 ടാൻജൻസ് വരയ്ക്കാൻ പഠിച്ചു. അതേമാതിരി 1 ടാൻജന്റ് ആണ് ഒരു ആർക്ക് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ സർക്കിൾ വരയ്ക്കുന്നതാണ് നല്ലത്. സർക്കിൾ വരയ്ക്കുക. സർക്കിൾ വരച്ചാൽ നോട്ടിൽ കൊള്ളല്ലെങ്കിൽ കട്ട് ചെയ്ത് പോവുക. കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈ ലെങ്ത് മെഷർ ചെയ്യുക. മെഷർ ചെയ്ത് എഴുതാനും ഉണ്ടാവും ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ചെയ്യാനും ഉണ്ടാവും. പരീക്ഷയ്ക്ക് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ഏതെങ്കിലും തരും. 5 സെന്റിമീറ്ററും റേഡിയസും തരും, അല്ലെങ്കിൽ 5 സെന്റിമീറ്ററും ടാൻജന്റ് ലെങ്തും തന്നാൽ റേഡിയസ് കാണാം. അപ്പൊ ഏതെങ്കിലും ഒന്ന് കാണാനുണ്ടാവും. അപ്പൊ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ഹൈപ്പോട്ടന്യൂസ് ആക്കി എടുക്കുക. ഏതെങ്കിലും ഒരു സൈഡ് ബേസും മറ്റേ സൈഡ് ഹൈറ്റും ആക്കിയിട്ട് എടുത്തിട്ട് നിങ്ങൾ പൈത്തഗോറസ് തിയറം ഉപയോഗിച്ചിട്ട് മറ്റേ സൈഡ് തരാത്ത സൈഡ് കണ്ടുപിടിക്കുക. ഹൈപ്പോട്ടന്യൂസ് ആണെങ്കിൽ ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ വെച്ച് ചെയ്യാം. അല്ല ഹൈറ്റ് ആണ് കാണിച്ച ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ഏതാണോ ബേസ് സ്ക്വയർ കാണാം. ബേസ് ആണ് കാണിച്ച ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ഹൈറ്റ് സ്ക്വയർ. അത് ഉപയോഗിച്ചിട്ട് നിങ്ങളത് കണ്ടുപിടിക്കുക. ഈ ക്വസ്റ്റ്യൻ റെഡിയാക്കി വെക്കും. ഓക്കെ അല്ലേ?